ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനും കനകയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയെപ്പറ്റി പറയുമ്പോഴത്തേക്കിനും അവൾക്ക് 100 നാവാണ്. ആര് പറയുന്നത് കേട്ടാലും അവളിങ്ങനെ വന്ന് കേൾക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറയുവേ. അന്നേരം നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനി ആര് വിചാരിച്ചാലും ആ കല്യാണത്തിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുവേ. ഇപ്പം ഇങ്ങനെ കനക പറയുന്നുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ട് ഇനി അതെങ്ങാനും നടക്കുമോ ഗോവിന്ദേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ നയനയും നന്ദുവും ഇങ്ങനെ റൂമിൽ നിൽക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ ബാഗൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഡ്രസ്സുകളെല്ലാം എടുത്ത് വെക്കുവാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കുറച്ച് അച്ചാറാണ്, ഇതും കൂടെ വെക്കുക എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കുറേ നാളത്തേക്കിനുള്ളതാണ് എന്നൊക്കെ പറയും കേട്ടോ. കുഴപ്പമില്ല. അന്നേരം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുക. അപ്പം നമ്മുടെ നയന പറയുകയാണ്, ഇത് തന്നെ അമ്മയ്ക്ക് മതിയായിട്ടില്ല, ഇനിയും വേണം. പിന്നെ പറയുന്നുണ്ട്, പറയുവാണ് ഇങ്ങനെ പറയുക, ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ഞങ്ങൾ പോയി കഴിഞ്ഞെങ്കിൽ നീ ഉണ്ടായിരുന്ന കൂട്ടിന് ഇപ്പം നീയും പോവാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുവാണേ. അപ്പം നമ്മുടെ നന്ദു പറയുവാണ്, സത്യം പറഞ്ഞെന്നാൽ അതിനെനിക്ക് സങ്കടമുണ്ട്. പിന്നെ ചേച്ചി ഇവിടെ കാണുമല്ലോ. ഇനി നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ എന്നിങ്ങനെ ചോദിക്കുവേ. അത് കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോഴത്തേക്കിനും ഞാനിങ്ങോട്ടേക്ക് വരുമെന്ന് നന്ദു പറയുന്നുണ്ട്. പിന്നെ ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നീ പോയി കഴിഞ്ഞാൽ അച്ഛനെ അമ്മേനെ അതൊന്നും ബാധിക്കത്തില്ല എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയണ്ട നയനെ, ഇവൾ ഈ വീടിനൊരു ബലമായിരുന്നു. പിന്നെ അച്ഛനമ്മമാർക്ക് ഇളയ കുട്ടിയെന്ന് പറഞ്ഞാൽ ജീവനല്ലേ. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, നമ്മൾ രണ്ടാളെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നയനേച്ചിയാണ്. എന്നെപ്പറ്റി പറയുന്നത് തല്ലിപ്പൊളി സന്തതിയാണെന്ന് അമ്മ എപ്പോഴും പറയുന്നത് എന്നിങ്ങനെ നന്ദു പറയുവേ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന മക്കൾ വീട് വിട്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും സങ്കടമാവുന്നത് എന്നിങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നവ്യയും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയേ, ഞാനേ ഒരു ചെറിയൊരു പൊട്ട് തൊട്ട് തട്ടെ നിങ്ങളുടെ നവ്യ ചോദിക്കുക. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ ഒരു ആഗ്രഹമല്ലേ, നിന്ന് കൊടുക്കാൻ പറയുവേ. അയ്യേ എനിക്കൊന്നും വേണ്ട പൊട്ട് എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ പൊട്ടൊക്കെ കൊത്തിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, എനിക്ക് അവിടെ ഒരു വിലയും എനിക്ക് തരത്തില്ല എന്നൊക്കെ നന്ദു പറയുവാണേ. അവിടെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കും എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, പൊട്ട് കുത്തിയിട്ട് നീ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നിൻ്റെ പ്രകടനം കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ നീ ആരാണെന്ന് മനസ്സിലായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പതിയെ ഇങ്ങനെ ചേച്ചിമാരുടെ മടിയിലൊന്ന് കിടക്കണമെന്നൊക്കെ ആഗ്രഹം വന്നിട്ട് നമ്മുടെ നയനയുടെ മടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, കുറച്ച് ദിവസത്തേക്കിനൊന്നും ഒന്നും പറ്റത്തില്ല, അത്രയ്ക്ക് വേദനിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നിങ്ങനെ നന്ദു പറയുകയെ. പോലീസ് യൂണിഫോം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, പക്ഷേ പോകാൻ സമയമായപ്പോൾ എന്തോ പോകാൻ തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണേ. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുകയെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുക. അപ്പം നമ്മുടെ ചേച്ചി നയനയോട് ചോദിക്കുകയാണേ, ചേച്ചി ഇനി ഈ യാത്ര വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ ഇങ്ങനെ നയനയോട് ചോദിക്കുവാണേ. നീ എന്താ തമാശ പറയുവാണോ എന്നിങ്ങനെ നയന ചോദിക്കുക. എന്നൊരു നവ്യ പറയുന്നുണ്ട്, ഇവളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൾ പോകാമെന്നും ഒരിക്കത്തില്ല. അച്ഛനും അമ്മയ്ക്കും ഇവൾ പോലീസ് ആകുന്നതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല, അതുവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവൾ പോകുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണേ. ക്യാമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ടൊന്നും വരാനും കൂടെ പറ്റത്തില്ല, അത്രയും ദിവസമൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്നിങ്ങനെ നന്ദു പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടിട്ടിരിക്കുക കേട്ടോ, സങ്കടത്തോട് കൂടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശിന് ഉറക്കമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആദർശ് റൂമിലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫോണിലൊരു മെസ്സേജ് വരുന്നത് കേട്ടോ. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ അനിയത്തി പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന ദിവസമല്ലേ, എന്നിട്ടൊന്നും വരികയും ചെയ്തില്ല, എന്നിട്ടൊന്നും ഫോൺ പോലും വിളിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ എഴുതി മെസ്സേജ് വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നയന. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ഇതെല്ലാം വായിച്ച് നോക്കുകയാണേ. എന്നിട്ട് ഒന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക മെസ്സേജിനകത്തെ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ഫോൺ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോവുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ പൗഡറൊക്കെ ഇടിപ്പിച്ച് നമ്മുടെ നയന ഒരുക്കുവാണ്. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ആദ്യം തൊട്ട് ഇവൾ മുടിയൊന്നും വളർത്താതിരുന്നത് നന്നായി. അപ്പോൾ പിന്നെ SI ആകുമ്പോഴത്തേക്കിനും മുടിയെപ്പറ്റി ഓർത്തിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, അതെന്താ SIമാർക്ക് മുടി വളർത്തിയെന്ന് ചന്തം ഉണ്ടാവില്ലെന്ന് ചോദിക്കുവാണ്. ഇവക്ക് മുടി വളർത്താത്തതാണ് നല്ലത് എന്നിങ്ങനെ നമ്മുടെ നവ്യം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഫോൺ വരുന്നത് കേട്ടോ, കോൾ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദു എടുത്തിട്ട് പറയും ആദർശേട്ടനാന്ന് പറയുക. നമ്മുടെ നയനെ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പറയും ആദർശേട്ടാന്ന് വിളിക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ ആദർശ് പറയും, ഞാൻ നിന്നെയല്ല വിളിച്ചത്, നന്ദുവിനെയാണ് വിളിച്ചതെന്ന് പറയുവേ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പാടില്ലെന്ന് ചോദിക്കുക. അന്നേരത്തേക്കിന് ആദർശ് പറയുക, നീ ആ ഫോൺ അങ്ങോട്ട് നന്ദുവിന് കൊടുക്കാൻ പറയുവേ. അല്ല എന്താ ഇത്ര സീരിയസ് എന്നൊക്കെ ചോദിക്കുവേ. അന്നേരത്തേക്ക് നിന്നോട് കൊടുക്കാനല്ലേ പറഞ്ഞെന്ന് പറയും. അപ്പോഴത്തേക്കിനും പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിന് കൊടുക്കുകയും നിന്നോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ.
നന്ദു ഓൾ ദി ബെസ്റ്റ്, ട്രെയിനിങ് ഒക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുവേ. അല്ല ആദർശേട്ടൻ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തതെന്ന് നന്ദു ചോദിക്കുവേ. അവിടെ ഇപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ ഞാനും കൂടെ വന്നിട്ട് എങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനി മോള് പോകാൻ റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കിനും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്നത് നമ്മുടെ ആദർശ് കേൾക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്, ഇങ്ങനെ അന്താളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ബാക്കി എല്ലാവരും നമ്മുടെ നയനയും നവ്യയും നന്ദും എല്ലാം കൂടെ അയ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന എന്ന് പറഞ്ഞിട്ട് ആദർശേട്ടെന്ന് പറയേ ആണോ എന്നൊക്കെ. അപ്പം ദേവയാനി ഇങ്ങനെ പതിയെ ചോദിക്കും കേട്ടോ. പിന്നീട് നമ്മുടെ ആദർശ് ഇരുന്നിടത്തുനിന്ന് നോക്കി ഒന്ന് എണീക്കും കേട്ടോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്. എന്നിട്ട് അല്ല ആരവിടെ വന്നേന്ന് ചോദിക്കുക നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ നന്ദു പറയുകയെ അയൽവക്കത്തെ ഒരു ചേച്ചിയെന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനി ആശ്വാസം പോലെ ഇങ്ങനെ മുഖമൊക്കെ ആക്കുന്നുണ്ടേ. അന്ന് ഞാൻ അവിടെ എത്തിയതിന് ശേഷം വിളിക്കാമെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചോദിക്കുകയെ അല്ല ആദർശേട്ടൻ വരുന്നില്ലേന്ന് ചോദിക്കുകയെ. അപ്പോഴത്തേക്കും പറയില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദുവിൻ്റെ മുഖം വാഴുന്നുണ്ടേ. ഫോണൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു പറയുകയെ ആദർശേട്ടൻ ഭയങ്കര സീരിയസ് ആണല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനിയും പറയും അതെ അവൻ ഭയങ്കര സീരിയസ് ആണെന്ന് പറയും. അപ്പം നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് മോളെ ഇങ്ങോട്ടേക്കും വരുമോ എന്നെങ്ങാനും പറഞ്ഞു ചോദിക്കുകയോ. ഇല്ല വരത്തില്ലെന്നാണ് പറഞ്ഞെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്കങ്ങ് സങ്കടമാകുന്നുണ്ട്. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ആദർശേട്ടൻ ഇന്നിങ്ങോട്ട് വരേണ്ടതായിരുന്നല്ലോ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ ആദർശേട്ടൻ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ നവ്യയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് മോൾ ഇവിടുന്ന് ചെന്നതിന് ശേഷം അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയുകയാണേ. എന്നോട് ആദർശേട്ടന് ദേഷ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അതിനെന്തൊക്കെ വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ മോളെ എന്നിങ്ങനെ ദേവയാനി പറയേ. പിന്നെ അവിടെ കുറച്ച് ആളുകളുണ്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാനുള്ള ആളുകൾ, ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാം കേട്ടോ. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് എൻ്റെ അമ്മയും അനിയുടെ അമ്മയൊക്കെ എന്ത് പറഞ്ഞാലും ആദർശേട്ടൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, വേണമെങ്കിൽ വിശ്വസിക്കാനും, പക്ഷേ ആദർശേട്ടൻ അതിനൊന്നും കിട്ടില്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ. പിന്നെ നമ്മൾ ദേവേനെ പറയുകയാണ് ഓരോരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ഓരോന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിച്ച് തുടങ്ങി, ആ നേരത്തെ അവന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട മോളെ, അവൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഒന്ന് മുഖം കറുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാറിക്കോളും എന്നിങ്ങനെ ദേവേനയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മോളെ വെറുക്കരുതെന്നും മോളോട് സംസാരിക്കരുതെന്നും ഒന്നും പറയാനായിട്ട് എനിക്കും പറ്റത്തില്ലല്ലോ. എന്താ മോളെ പോകാൻ റെഡിയായോ? എന്താ സന്തോഷമൊന്നും ഇല്ല കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയേ. സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ജോലിയാണ്, പക്ഷേ എന്താ പോകാൻ സമയമായപ്പോഴത്തേക്കിനും വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുവേ. അതിപ്പോൾ ചേച്ചിമാർ രണ്ടുപേരും ഇങ്ങനെ അടുത്തുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അതിനുശേഷം നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് പെൺകുട്ടികളായിരുന്നാൽ 10-20 വർഷം കണ്ടവരെ ആയിരിക്കത്തില്ല പിന്നീട് കാണുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ അത് കുറച്ച് കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ അടങ്ങി നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ കുറവാണ്. പിന്നെ മോള് പോയിട്ടൊക്കെ വാ, എൻ്റെ ബന്ധത്തിലൊക്കെ 1-2 നല്ല പയ്യന്മാരൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം നമ്മുടെ നവ്യ പറയാം അത് പറഞ്ഞപ്പോൾ കണ്ടോ ഇവളുടെ മനസ്സിൽ ഇവളുടെ മുഖത്തൊരു സന്തോഷവും ഇല്ലെന്നൊക്കെ പറയുവേ. അപ്പം നമ്മുടെ നയന പറയുക സന്തോഷം ഉണ്ടാകത്തില്ല, ഒരിക്കലും നടക്കാത്ത ബന്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അല്ലേ ഇവളുടെ മനസ്സിൽ എന്നിങ്ങനെ പറയുവേ. പിന്നെ എങ്ങനെയാണ് മുഖം തെളിയുന്നതെന്ന് പറഞ്ഞിട്ട് വാമെന്ന് പറഞ്ഞുകൊണ്ട് നയനെ വിളിച്ചിട്ട് പോവേ. മോളെ നന്ദു, അവനൊരു ഹസ്ബൻഡാണ്, അവൻ കല്യാണം കഴിച്ചതാണ്, അവനൊരു ഭാര്യയുണ്ട്. അതുപോലെ തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ബന്ധത്തിനെ അനുകൂലിച്ചേനെ, പക്ഷേ അവൾ പോകാത്തിടത്തോളം കാലം അതിന് അനുകൂലിക്കാൻ എനിക്കും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അനി ഇങ്ങനെ സന്തോഷത്തോടെ ഓടി വന്നിട്ട് നമ്മുടെ മിററിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് തലയൊക്കെ ചെയ്യുകയാണ്. പച്ച ഷർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ, സുന്ദരക്കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനാണ് കേട്ടോ നമ്മുടെ പുറകിൽ നിന്ന് ഇങ്ങനെ അനാമികയുടെ പിക്ചർ ഇങ്ങനെ കണ്ണാടി കൂടെ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ മുഖം മാറുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരും കേട്ടോ. നീ എവിടെ പോവുകയാണെന്ന് പറയേ. ഞാൻ വെളി വരെ പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് എനിക്കും വെളിയിലൊന്ന് പോകണമായിരുന്നു എന്നിങ്ങനെ പറയുവേ. നീ പോകുമ്പോഴത്തേക്കിനും എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അനാമിക പറയാണ് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. എന്താ നീ പോകുന്നില്ലേ എന്നിങ്ങനെ അനാമിക ചോദിക്കുവേ. അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറയും കേട്ടോ അതിന് എൻ്റെ ഒപ്പം ഒന്നും നീ വരാറില്ലല്ലോ, പിന്നെ ഇന്ന് മാത്രം എന്താ ഇത്ര നിർബന്ധം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. നിനക്കപ്പോൾ ഞാൻ വന്നാലേ ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ, അതോ ആരെങ്കിലും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കും കേട്ടോ. ഈ മുറിക്കകത്തിരുന്ന് ബോറടിച്ചിട്ടാണ് വെളിയിലോട്ട് പോയിട്ട് ഇത്തിരി ശുദ്ധവായു ശ്വസിക്കാമെന്ന് വിചാരിച്ചത്, അപ്പോഴത്തേക്കിന് അവിടെയും വരാമെന്നാണോ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ അനാമികയുടെ അടുത്ത് ചോദിക്കുകയെ. ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത് എന്നിങ്ങനെ അനാമിക പറയുവേ.
എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് നാട്ടുകാരനെ അറിയിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ വീടിനകത്തെ വഴക്ക് നാട്ടുകാരെ അറിയിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ പിന്നെ നീ ഒറ്റയ്ക്ക് അങ്ങ് പോക്കോ, കാണേണ്ടവരെയൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അനാമിക അവിടുന്ന് പോവുകയാണേ. പിന്നീട് നമ്മുടെ ജാനകിയും ജലജയും ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഏട്ടത്തി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അമ്പലത്തിൽ പോകാമെന്നാണ് പറയുന്നത്. എന്നാലും ഇത് ഒന്നൊന്നര പോക്കായി പോയി, എപ്പോൾ ചോദിച്ചെന്നാലും അമ്പലത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനാമിക നേരെ വഴക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ജലജ പറയുന്നുണ്ട്, കുറേ നാൾ ഇങ്ങനെ കരൾ കൊടുത്ത പെണ്ണിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുമായിരുന്നു, ഇപ്പോൾ അത് നിർത്തി വന്നൊക്കെ ഇങ്ങനെ ജലജ പറയുവാണേ. അമ്മേ, ഒരുത്തി ഇന്ന് പോലീസ് ക്യാമ്പിലേക്ക് പോകുമല്ലേ, അവളെ കാണാനാണെന്ന് തോന്നുന്നു, ഒരുത്തൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അവന് ഇന്നത്തെ ദിവസം പോകത്തില്ല ഇവിടുന്ന്. മോൾ അവനോട് പോകല്ലെന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകി ചോദിക്കേ. കൊള്ളാം, ഞാൻ പറഞ്ഞെന്നല്ല അവൻ കേൾക്കുമോ? അപ്പോൾ നമ്മുടെ ജലജ പറയുകയാണേ, മോളെ ഇത്രയുള്ള പ്രശ്നങ്ങളിലൊന്നും വലിയ കാര്യം കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് അവനിങ്ങനെ തളച്ച് വളരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ്. അതെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വലിയ സംസാരമാക്കണം, എങ്കിലും മുത്തശ്ശനൊക്കെ അവളെ കാണരുതെന്നൊക്കെ പറയുള്ളൂ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജാനകി പറയുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും അവൻ എന്തിനാണോ ഇങ്ങനെ മറ്റൊരുത്തിയുടെ പുറകെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അനാമിക പറയുക, ഈ രീതിയിൽ എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുന്നുണ്ട് കേട്ടോ. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോളെ, മോൾ ഇവിടുന്ന് പിണങ്ങി പോയി കഴിഞ്ഞാലും മോളുടെ സ്ഥാനത്ത് മറ്റൊരുത്തി ഇവിടെ വരില്ല, വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജലജയും പറയുന്നുണ്ട്, ആ ബന്ധത്തിന് ഇവിടെയുള്ള എല്ലാവരും എതിരുവാണ്. പിന്നെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടാവും. ഇവിടെ വിഷുവിനെന്നും പറഞ്ഞ് ഒരുത്തി അവിടെ പോയി നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ പ്രസവിക്കാനുള്ള ആളും പോയി അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടി ആലോചിക്കുന്നുണ്ടാവും, എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളെ ഇങ്ങോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട്. അത് നടക്കാത്ത കാര്യം ജലജ. ഈ അനന്തപുരി തറവാട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന ഒരു വ്യക്തി പോലും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ പോകാനാണെങ്കിലും നമ്മുടെ നവ്യയും അതുപോലെ തന്നെ നയനയൊക്കെ എപ്പോഴാണ് പോയേനെ എന്നിങ്ങനെ ജാനകി പറയുവാണേ. നവ്യയെ എനിക്കും അഭിക്കും ഒന്നും ഇഷ്ടമല്ല, പക്ഷേ അവൾ ഇപ്പോഴും ഈ വീടിൻ്റെ മരുമകളായിട്ട് തുടരുന്നത് ഈ വീട്ടിലെ ചിട്ടകട്ടങ്ങൾക്കനുസരിച്ചിട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പം ജലജ എന്തെങ്കിലും ശ്രദ്ധിക്കണം. ഇപ്പം അഭിക്കും നവ്യയോട് സ്നേഹം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാനായിട്ട് അവനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. അവനങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും ഉദ്ദേശം കാണും, അല്ലാതെ ആത്മാർത്ഥമായിട്ടൊന്നും അവൻ അങ്ങോട്ടേക്ക് പോകത്തില്ല എന്നിങ്ങനെ ജലജൻ പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, അനി അങ്ങോട്ടേക്ക് പോകാതെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം ഇപ്പം അമ്മ ഇങ്ങനെ വരുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ഒളിച്ചു മറിഞ്ഞുമാണ് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. എങ്ങനെയെങ്കിലും ഒന്നും ആരും കാണാതെ പുറത്ത് ചാടണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മുടെ അനിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും വാതിൽ തുറന്നിട്ട് ഇറങ്ങുക. അപ്പം അമ്മ വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അനി മാറി നിൽക്കുവേ. എന്നിട്ട് മാറി നിന്നിട്ട് അമ്മ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. പിന്നെ അനിയെ കാണാൻ പറ്റുന്നില്ലേ. എന്നിട്ട് ഇങ്ങനെ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ജലജ വരുന്നതും കാണും കേട്ടോ. അപ്പോൾ ജലജനെയൊക്കെ മറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുക്ക് വഴിയിലൂടെ വന്നിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ കാട്ടായങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ അനാമിക ടെറസിൻ്റെ മേലെ നിന്നിട്ട്. എന്നിട്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ആരെതിർത്തിട്ട് എന്താ കാര്യം, അവൻ പോകണമെന്ന് വിചാരിച്ചാൽ അവൻ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ അനാമിക പറയുന്നുണ്ടായിരുന്നേ, അമ്മ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടപ്പോഴത്തേക്കിനും ഇപ്പം അവനെ തടയാൻ പറ്റുമായിരിക്കും, പക്ഷേ എപ്പോഴും അവനെ തടയാൻ പറ്റുമോ, എങ്ങനെ അവനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയാം. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ടായിരുന്നു, മോൾ അവനെ കൺട്രോൾ ചെയ്ത് നിർത്തണം, ചിലപ്പോൾ അവൻ്റെ ഫോണിൽ പേരൊക്കെ വേറെ പേരിലൊക്കെ ആയിരിക്കും സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും, നീ അതൊക്കെ എടുത്ത് നോക്കണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ടായിരുന്നു, അതിന് ഫോൺ എടുക്കാൻ എന്നെ ടച്ച് ചെയ്യാനായിട്ട് വിട്ടെങ്കിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദാവനമാണ് കേട്ടോ. നമ്മുടെ കനകയും അതുപോലെ എല്ലാവരും ഇങ്ങനെ നന്ദു ഇങ്ങനെ പോകുന്നതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഗോവിന്ദനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഉമ്മറത്താണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ നയനയും അതുപോലെ നവ്യയും അതുപോലെ ദേവേനും കൂടെ ഇറങ്ങി വരുവേ. അന്നത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ആദർശിനെ ഇങ്ങോട്ടെങ്കിലും കണ്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവേന് പറയുന്നുണ്ട്, അവൻ എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറയുവേ. ആ വായിക്ക് തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ നയനെ കാണാത്തതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനകൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം പോലും അവനെ മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇത് സ്നേഹക്കൂടുതൽ കൊണ്ടുണ്ടായ പ്രശ്നമൊന്നുമല്ല, മറ്റെന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നന്ദു പോകുന്ന ദിവസമല്ലേ, നന്ദു പോകുന്ന ദിവസമായതുകൊണ്ട് എങ്ങനെയും വരാതിരിക്കേണ്ടതല്ല എന്ന് ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ അന്നത്തേക്ക് നമ്മുടെ ദേവയാന പറയുന്നുണ്ട്, ഞാനിവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് എങ്ങനെയും വിളിച്ച് വരുത്താനൊന്നും നോക്കണ്ടെന്നിങ്ങനെ പറയുവേ.
ഇനി അവൻ്റെ മുത്തശ്ശന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സംസാരം അവിടെ ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവേന പറയുന്നുണ്ട് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുവേ. അച്ഛനിങ്ങനെ ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നിങ്ങനെ പറയുവേ. പിന്നെ വീട്ടിലാർക്കെങ്കിലും വയ്യാഴിക വരുമ്പോഴാണ് അവന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നിങ്ങനെ ദേവേന പറയുന്നുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇന്നലെ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. ഗോവിന്ദേട്ടൻ കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. അത് ആർക്കും ഉറങ്ങാനും പറ്റിയിട്ടില്ല ഇന്നലെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറയുക ഈ വീട്ടിൽ നിന്ന് പോകാൻ പോണത് ഇളയ കുഞ്ഞല്ലേ, ഇത്തിരി താലോചിച്ച് വളർത്തിയതല്ലേ, അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇന്നലെ ചേച്ചിമാരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട് എൻ്റെ വീട്ടിലും താമസിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടുകാരൊക്കെ മാറി നിന്നപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് കുറച്ച് നാളത്തേക്കിനല്ല 6 മാസം 1 വർഷത്തേക്കിനൊക്കെയാണ് മാറി നിന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇവിടെ നയനയും നന്ദു മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം, ഞാൻ ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഇല്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവയാനി ചിരിക്കുന്നുണ്ട് കേട്ടോ. അത്രയും ദിവസം കൂടെ ശല്യം തീർന്നു എന്നാണ് പറയാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് അതെ, ഒരു സമയത്ത് നീ അതുപോലെ ശല്യമായിരുന്നു. അല്ല അനി നന്ദുവിനെ വിളിക്കുകയോ വല്ലതും ചെയ്തായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവേ. അവനും ഇന്നലെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല. ഞാൻ ഇന്നലെ എന്തോ ചിന്തിച്ചുകൊണ്ട് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്കിനും അവനും അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ നിപ്പ് കണ്ടാലറിയാം അവൻ്റെ മനസ്സിൽ നന്ദു ആണെന്ന് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. അവസാനം ഒരു പ്രാവശ്യം കൂടെ മുടിയൊക്കെ ഒന്ന് ചെയ്ത് ഒതുക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ കണ്ണാടി നോക്കി കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെ ഇന്നൊരു രൂപം വരികയാണ്. അവസാന നിമിഷത്തിൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ നീയും അനീനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പ്രതിരൂപം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട്. അവനെ കാണാതെ പോകാൻ എനിക്കും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിയാണ്. അനി ഇങ്ങനെ ഒരു പാടത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക കേട്ടോ, വഴിയരത്ത് നമ്മുടെ നന്ദുവിനെയും കാത്ത്. ഇനി അവൾ വരത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. കൈയൊക്കെ ഇട്ട് ആട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദുവിനെ ഫോണത്ത് വിളിക്കുകയാണ്. നന്ദു ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ കോൾ വരും കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനിയാണ് കേട്ടോ. അപ്പം വീട്ടുകാർ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്താണെങ്കിലും നമ്മുടെ നന്ദു രണ്ടും കൽപ്പിച്ച് ഫോൺ എടുക്കുവേ. അനി എന്തിനാണ് വിളിച്ചത്, ഇവിടെ എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ അനി പറയുക ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ അയ്യോ കാണാനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. ഇന്നലെ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ അതിനെ അനുവദിച്ചില്ല. അതിനുശേഷം ഞാൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ സ്വിച്ച് ഓഫ് ആക്കിയും കളഞ്ഞു എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട്, സംസാരിക്കാനൊന്നും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഞാനിപ്പോൾ തന്നെ ഇറങ്ങുമെന്നും പറയുന്നുണ്ട്. എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീ എന്തിനുള്ള പുറപ്പാടെന്നൊക്കെ ഇങ്ങനെ നന്ദും ചോദിക്കുന്നുണ്ട്. നീ പെട്ടെന്ന് ഇറങ്ങി വാ, അതിന് ശേഷം വരുമ്പോഴത്തേക്കും എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എനിക്ക് നിന്നെ കാണുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി ഫോൺ കട്ടാക്കുവേ. അപ്പോഴത്തേക്കിന് നമ്മുടെ നന്ദു അനിയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഫോണൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ പ്രതിരൂപത്തിനടുത്ത് വീണ്ടും നന്ദു ഇങ്ങനെ സംസാരിക്കുവേ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ നന്ദു പറയേ നീയും ആഗ്രഹിക്കുന്നുണ്ട് അവനും ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരും ഒന്ന് കാണാൻ. അപ്പോൾ പിന്നെ നീ ഒന്ന് മുഖം കാണിച്ചേക്ക്, അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷമൊക്കെ കിട്ടും എന്നിങ്ങനെ, ഒരു ആശ്വാസമൊക്കെ കിട്ടും എന്നിങ്ങനെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഓക്കെ, താങ്ക്